സമ്മർ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ദുപ്പട്ട സെറ്റായിട്ട് വരുന്ന നല്ലൊരു സമ്മർ കളക്ഷനാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് സമ്മർ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കോട്ടണിലാണ്. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് മഷ്റൂ സിൽക്കാണ്. മഷ്റൂ സിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം കംപ്ലീറ്റ് സിൽക്ക് എന്നാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതൊരു ശരിക്കും ഫ്രണ്ട് പോർഷനിലൊരു സിൽക്കി ടച്ചാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നർ പോർഷനാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇന്നർ പോർഷൻ പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് മഷ്റൂ സിൽക്ക്. ഇതിൽ ടോപ്പും ദുപ്പട്ടയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട എന്ന് പറഞ്ഞൊരു സ്റ്റോൾ ടൈപ്പിൽ വരുന്ന ദുപ്പട്ടയാണ്. മഷ്റൂ സിൽക്ക് മൊഡാൽ സിൽക്ക് പോലെയല്ല, കുറച്ച് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ദുപ്പട്ട അത്ര ഹെവി ആയിട്ടുള്ള ദുപ്പട്ട നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും ലാവീസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മഷ്റൂ സിൽക്കിൽ വരുന്ന ടോപ്പ് ദുപ്പട്ടയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു ഐവറി ഷെയ്ഡാണ്. അതിലൊരു പാനൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഇതുണ്ടോ പ്രിൻറ്റ് വിത്ത് ആ ഒരു ലോവർ പോർഷനിൽ വരുന്ന പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ടോപ്പ് സ്റ്റോൾ ടൈപ്പാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ ഒരു ലെങ്ത്തും വിഡ്ത്തും ഇതുണ്ടോ സ്റ്റോൾ ടൈപ്പിൽ വരുന്ന ലെങ്ത്തും വിഡ്ത്തിലും വരുന്ന ദുപ്പട്ടയാണ് വിത്ത് ടാസിലായിട്ട്. ഇതിൻ്റെ റേറ്റാണ് മെയിൻ ഹൈലൈറ്റ്. 2950 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ടോപ്പ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐവറി കളറിൽ തന്നെ ഈ ഒരു പ്രിൻ്റാണ്. ഇതുണ്ടോ നല്ലൊരു പ്രിൻ്റ്. നമ്മൾ നോർമൽ കാണുന്ന പ്രിൻ്റൊന്നും ഒരു പാനൽ പ്രിൻറ്റും അതുപോലെ തന്നെ ലോവർ പോർഷനിലുള്ള ഒരു പ്രിൻ്റെല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു സമ്മറിൽ സപ്പോസ് നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു സിൽക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഏതൊരു മെറ്റീരിയൽ ഇട്ടാലും ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്കൊരു കോട്ടൺ ടച്ചിൽ കോട്ടണിൽ സിൽക്കി ടച്ചിൽ വരുന്ന സെറ്റ് ഇട്ടിട്ട് നമുക്ക് പോകാം. ഇതുണ്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ്. കാരണം ഈ ഒരു ദുപ്പട്ടയാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. കാരണം നല്ല ലെങ്ത്തും വിഡ്ത്തും 44 വിഡ്ത്തിലൊക്കെ ഈ ഒരു ഇതും മഷ്റൂ സിൽക്കിൽ തന്നെ വരുന്ന ബാക്ക് പോർഷനിൽ കോട്ടൺ ഫിനിഷിങ്ങിൽ വരുന്ന ദുപ്പട്ടയാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം. 2950 ആണ് എല്ലാറ്റിൻ്റെ റേറ്റ്. വളരെ റെയറായിട്ട് കിട്ടുന്ന പീസാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. ഐവറിയിൽ നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതാണ്. ടോപ്പ് ബാക്കിൽ ഇതാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അജ്രക് പ്രിൻറ്റിൽ മഷ്റൂ സിൽക്കാണ്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട. സ്റ്റോൾ ടൈപ്പിൽ വരുന്ന ദുപ്പട്ടയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ്. ഇൻഡിഗോ ബ്ലൂവിൽ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസൈനാണ്. ഇതുണ്ട യോക്കിലൊരു വീനെക്ക് പാറ്റേൺ അല്ലേ. വീനെക്ക് പാറ്റേണിൽ ടോപ്പ് ബാക്കിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട. ഈ ഒരു സ്റ്റോൾ ടൈപ്പിൽ വരുന്ന ദുപ്പട്ടയാണ്. 2950 ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂവിൽ ഈ ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റാണ്. പാനൽ പ്രിൻറ്റിൽ ബാക്ക് പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ എല്ലാറ്റിനും കോമൺ ആയിട്ട് ഒരു മെറൂൺ കളറിൽ ഒരു പെൻസിൽ ബോട്ടോ ലെഗിങ്സ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ലെഗിങ്സിൻ്റെ കൂടെ ഇത് പെയർ ചെയ്തിട്ട് ഇടാവുന്നേ ഉള്ളൂ. കാരണം ബോട്ടം കൂടെ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ റേറ്റും കൂടുതലായിട്ട് വരും. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ബോട്ടം ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ടോപ്പും ദുപ്പട്ടയാണ് പ്രിൻറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2950. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇൻഡിഗോയിൽ ഈ ഒരു പ്രിൻ്റാണ്. ഇതാണ് ടോപ്പ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. കാരണം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 2.10 വന്നിരിക്കുന്നത്. സ്റ്റോൾ ടൈപ്പിൽ. കാരണം 1 സൈഡാണ്, നമ്മൾ 2 സൈഡ് അല്ല. കാരണം മഷ്റൂ സിൽക്കിൽ നമുക്കങ്ങനെ പുതച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഇതൊരു കുറച്ച് മൊഡാൽ സിൽക്കിനൊക്കെയാണെങ്കിൽ കുറച്ച് തിക്നെസ് ഉള്ളൊരു മെറ്റീരിയൽ. അത് കോട്ടൺ, നല്ല തിക്കായിട്ട് വരുന്ന കോട്ടൻ്റെ സെയിം ഫിനിഷിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ്. ലൈറ്റ് ബ്രിക്ക് റെഡാണ്. നമുക്ക് അത്ര ഒരു പേസ്റ്റൽ ബ്രിക്ക് റെഡ് എന്ന് വേണമെങ്കിൽ നമ്മൾ നോർമൽ അജ്രക് കോട്ടണിലൊക്കെ കാണുന്ന ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ബ്രിക്ക് റെഡ് അല്ല. ഇതാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത്. ടോപ്പ് ദുപ്പട്ട ഇതാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല പ്രിൻ്റാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും. ബ്രിക്ക് റെഡിൽ നെക്സ്റ്റ് ഡിസൈൻ ഇതുണ്ടോ, നല്ല അടിപൊളി ഡിസൈൻ. ഇതാണ് ബാക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ. ടോപ്പ്
ഒരു പേസ്റ്റൽ ബ്രിക്ക് റെഡാണ്, ഈ കാണുന്ന സെയിം ഷെയ്ഡാണ്. ഇതാണ് സ്റ്റോൾ വന്നിരിക്കുന്നത്. 2950. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് പ്രിൻ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിൻ്റുകളാണ്. ഒരു വീനെക്ക് ഇത് വന്നിരിക്കുന്നത് പാനൽ കട്ട് തന്നെയാണ്. ഫ്രണ്ടിൽ വന്ന പ്രിൻ്റ് ഇതാണ്, ബാക്കിൽ ഇതാണ് വന്നിരിക്കുന്നത്. ഇതാണ് ടോപ്പ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട. നല്ല ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ബ്രൗൺ കളറിൽ വരുന്ന ബോട്ടം സെറ്റ് ചെയ്തിട്ടിടാവുന്നേ ഉള്ളൂ. ബ്ലാക്കിൽ തന്നെ നെക്സ്റ്റ് പ്രിൻ്റ് വന്നിരിക്കുന്നത് ഉണ്ടോ, അടിപൊളി പ്രിൻ്റാണ്. നമുക്ക് ഈ സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പീസാണിത്. മഷ്റൂം സിൽക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ റീസ്റ്റോക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഐറ്റംസാണിത്. 2950 ആണ്. ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് പ്രിൻ്റ്. ടോപ്പ് ഇതാണ് പ്രിൻ്റ് വന്നിരിക്കുന്നത്. ബാക്ക് വന്നിരിക്കുന്ന പ്രിൻ്റ് പാനൽ പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ പീസസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2950 ആണ്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കോ. താങ്ക് യു.